എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ടവറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ സാജൻ സ്കറിയയുടെ വധശ്രമത്തെക്കുറിച്ചാണ്. നാം കണ്ടതാണ്, ചില ദൃശ്യമാധ്യമങ്ങൾ കൂടി കാണാനിടയായി. എങ്കിലും ഒന്ന് പറയാനുള്ളത്, കേരളത്തിൽ ഇത്ര തരം താഴ്ന്ന രീതിയിൽ കേരളത്തിലെ ഒരു ചില മാധ്യമ സംഘങ്ങൾ മാറിപ്പോയതിൽ അതിയായി ഖേദിക്കുന്നു. ഇവിടെ പലരും വധിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാൽ കൊലയും കൊള്ളുവയ്പും വ്യഭിചാരവും കൊള്ളയും മയക്കുമരുന്നും മറ്റെല്ലാവിധ വൃത്തികേടും കാണിച്ച് കോടികൾ ഉണ്ടാക്കിയ ഒരു ചിലർ ഇപ്പോൾ പല ചാനലുകളെയും സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ചാനലുകളിൽ വർക്ക് ചെയ്യാൻ, ആ ചാനലുകളിൽ അതിൻ്റെ മുതലാളിമാർ പറയുന്നത് കേട്ടു കുഴലൂത്താൻ സാധിക്കുന്ന പ്രഗത്ഭരായ കുറേ മാധ്യമപ്രവർത്തകരെയും അവരെടുത്ത് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ വളരെ മോശമാണ്. ഇത് പൊതുജനം കാണുകയാണ്. ഈ സാജൻ സ്കറിയയെ വധശ്രമം നടന്നപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എത്ര പേരാണ് മുന്നോട്ട് വന്നത്? ആരുമില്ല. ആരോ ഒന്നോ രണ്ട് പേർ. അത് ഏറ്റവും വലിയ തമാശ, ഇവിടുത്തെ ഈ പത്രങ്ങൾ കൊടുത്തൊരു ചെറിയൊരു വാർത്തയിൽ കൂടി ഒതുക്കി നിർത്തി. ഇതിൽ തന്നെ ഇവരുടെ കാപട്യ മുഖം എന്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. സാജൻ സ്കറിയയെ കൊല്ലാൻ ഇതിനു വേണ്ടി പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിക്കാരുടെ ഒരു പ്രധാന ആവശ്യമാണ് സാജൻ സ്കറിയയെ ഇല്ലാതാക്കുക. അതുമല്ല, മറ്റു ചില പ്രസക്ത വ്യക്തികളുടെ ആവശ്യവും കൂടിയാണ്. നാം കണ്ടതാണല്ലോ. എനിവേ, ഞാൻ കൂടുതൽ സാജൻ സ്കറിയയെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് പറയാനുള്ളത്, ഈ സാജൻ സ്കറിയയുടെ വധശ്രമം കണ്ട് ആസ്വദിച്ച പലരുമുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ക്ഷീണിക്കുന്ന ഒരു സമയമുണ്ട്. 70, 75, 80 പ്രായമായി കയ്യും കാലും വിറച്ച് വീട്ടിലിരിക്കുന്ന ഒരു പരുവം. അപ്പോൾ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിൽ കാണും. അന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക, ഇന്ന് നിങ്ങൾ അഷ്ടഹസി സാജനെ തല്ലിയപ്പോൾ അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുകയും അവർ കുഴപ്പക്കാരില്ലെന്നും അവർ ഏറ്റവും വലിയൊരു സമൂഹത്തിൻ്റെ ആൾക്കാരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ, അവൻ്റെ മക്കളും കൊച്ചുമക്കളും വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊച്ചുമക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ബലാത്സംഗം വരെ ചെയ്യേണ്ട ഒരു കാഴ്ച. അന്ന് നീയൊക്കെ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണ്ട് കൂട്ടി നിന്ന ഓർമ്മ അന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്ന് ഞാൻ, നാളെ നീ. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രധാനമായും മറ്റൊന്ന് പറയാനുള്ളത്, ഈ സാജൻ സ്കറിയ തല്ലിയവരെങ്ങോട്ട് പോലീസുകാർ പിടിച്ചെന്ന് പറയുന്നു. അതിലുമുണ്ടൊരു തമാശ. അതേതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ആരെങ്കിലും ഇവരെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫർ ഫോം ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിൽ റെഡിയായി കാണും. എന്നാൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ കാണത്തില്ല. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് അവിടുന്ന് സ്ഥാനചലനമുണ്ടാകും. അവിടെ വേറെ ഏത് പാർട്ടിക്കാർ പറയുന്നത് അതേ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ആൾക്കാരെ അവിടെ ആക്കുകയും ചെയ്യും. അത് കേസ് അങ്ങനെ അങ്ങോട്ട് പോകും. ഇത് സ്വാഭാവികമായി നടന്നു വന്ന ഒന്നാണ്. എന്ത് സംഭവിച്ചു? KSRTCയിൽ യാത്രക്കാരുമായ ബസ്സിനെ പിടിച്ചു നിർത്തി ഒരു മേരം എന്നൊരു കോട്ടും ധരിച്ചിരിക്കുന്ന ഒരു പെണ്ണ്, പിന്നെ ഭർത്താവ് ഒരു MLA, അവർക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഡ്രൈവറിനെ പിടിച്ചിറക്കി, അവൻ അസഭ്യങ്ങളുണ്ടാക്കി. ഇത് കാട്ടി എന്ത് പറ്റി? ഒരു കുഴപ്പമില്ല. മേരമ ഇപ്പോഴും ഉണ്ട്, MLA അവിടെയും ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഭരണപക്ഷത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. മാധ്യമപ്രവർത്തകരോടൊന്ന് പറയുന്നു, നിങ്ങളൊന്നായില്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ വിഘടിച്ച് നിൽക്കുന്നതാണ് ഇവിടെ പലരുടെ ആവശ്യം. അത് ഒരു 100% അത് വിജയിച്ചു കഴിഞ്ഞു. കഷ്ടിച്ച് 1-2 ചാനലുകാർ നിഷ്പക്ഷമായി നിൽക്കുന്ന അവർക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ. ബട്ട് വലിയ മുന്തിയ തരം ഈ പത്രക്കാരും ഇതൊക്കെ പലപ്പോഴും ഇവരുടെ ഗിയറിങ് പ്രോപ്പറാകുന്നില്ല, പലപ്പോഴും തെറ്റിപ്പോണം. അതായത് ഫസ്റ്റ് ഗിയർ ഇടാതെ തന്നെ 4th ഗിയറിൽ വണ്ടി ഓടിക്കുന്ന സംവിധാനം പോലെയാണ് ഇവരെ. ഒന്നും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ
അതിനെ വിമർശിക്കുക. ഞാൻ ഇന്ന് സാജൻ സ്കറിയയെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റും, പക്ഷേ അദ്ദേഹം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന് 100 സാജൻ സ്കറിയമാർ ഉണ്ടാകുമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും പാർട്ടിയും ഭരണവും ഒരിക്കലും ഒതുക്കി നിർത്താമെന്ന് വിചാരിക്കേണ്ടത്. കാണുക, വോട്ട് പോട്ട് ഇപ്പോൾ നോക്കുക, കാലം മാറി വരും, പലതും മാറും. ഇപ്പോൾ കണ്ടില്ലേ എന്താ സംഭവിച്ചത്? അമേരിക്ക ഇന്ത്യയും തമ്മിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യയും മോദിയും പുടിനും ഷീജിൻ ഒക്കെ എന്താണ് അവരെല്ലാം ഒന്നായി സംസാരിക്കും. ഈ നാളെ എന്താകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഒന്ന് ചിന്തിക്കുക, നിഷ്പക്ഷത പാലിക്കുക, നിഷ്പക്ഷമായി കാണുക, സത്യങ്ങൾ അറിയുക, അസത്യങ്ങൾ വിളിച്ചു പറയുക, തെറ്റുകളെ തെറ്റായി കാണുക, നല്ലതിനെ നല്ലതായി കാണുക. ആ ഒരു തൻ്റെ ഇടം ഉണ്ടാകുക. ആ തൻ്റെ ഇടം വേണം മാധ്യമം. അതില്ലാത്തവർക്ക് സാധിക്കാതെ ഇതെല്ലാം കൂടെ വലിച്ചൂരി വെച്ചിട്ട് വേറെ നിങ്ങൾക്ക് കൂലിപ്പണിക്ക് പോവുക. തൻ്റെ ഇടമില്ലാത്ത ജോലിക്ക് നീയൊക്കെ ഒന്നും ഇറങ്ങിത്തിരിക്കേണ്ട. ഇതെല്ലാവരോടും പറയുകയാണ്, ഞാനടക്കമുള്ള ആൾക്കാരിന്. എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് വെച്ചാൽ തൻ്റെ ഇടം വേണം, ചങ്കൂറ്റം വേണം, നെഞ്ചുറപ്പ് വേണം, എവൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്നു. അല്ലാതെ വല്ല പെണ്ണുങ്ങളുടെ ഫ്രണ്ടിൽ ആഭാസനം കാണുന്നത് ഈ വൃത്തികേട് കാണിക്കുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. ചുമ്മാ ഒരു ക്യാമറയും കുരുന്ന് എന്തൊരു കോപ്പറായി തരം വിളിച്ച് പറയും, എന്തും കാട്ടിക്കൂട്ടാം. അല്ലെ ചന്തയുണ്ടല്ലോ, അന്തിച്ചന്തയിൽ കാണിക്കുന്ന കണക്ക് ഈ കോപ്പറായിത്തരങ്ങളെ കാണിക്കില്ലേ, വന്നിരുന്ന് ഓരോരുത്തരൊക്കെ വിളിച്ച് പറയുന്ന നാണക്കേട വൃത്തികെട്ടവന്മാരാ. ഇങ്ങനെയുള്ള കുറേ അലവലാദികൾ വിളിച്ചിരുത്തി നടത്തുന്ന കുറേ ചാനലുകാരും ഉണ്ട്, അന്തിച്ചന്തയെന്നും പറയും. ഒന്നുമില്ല, വൃത്തികെട്ടവന്മാർ. അതുകൊണ്ട് മാധ്യമധർമ്മം കാത്തു സൂക്ഷിക്കുന്നവർ മാത്രം അതിലോട്ട് ഇറങ്ങുക. അറിയാത്തവർ പോയി പഠിക്കുക, എവിടെയെങ്കിലും പോയി നല്ല ആശാന്മാരെ പഠിച്ചിട്ട് വന്ന് ഇതൊക്കെ തുടങ്ങുക. ഈ രീതിയിലുള്ളൊരു ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. കാര്യം 19-22 വർഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കുക. അതുകൊണ്ട് വീണ്ടും പറയുന്ന മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് പറയണോ, ആദ്യം പോയി ഒരു മാധ്യമപ്രവർത്തനം എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം, അവനുള്ള ക്വാളിറ്റി എന്താണ്, പ്രവർത്തനം എങ്ങനെ ആയിരിക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ ഇങ്ങോട്ട് വരിക. അല്ലാതെ വല്ല പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിരുന്ന എന്ന് സംസാരിച്ച് അതിനെ കൊണ്ട് ഒരു ഭൂമം കാണിക്കുക, പിന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട കുറേ എന്താണ് കാര്യം അബുഡ എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഒരുമാതിരി എന്താ പറയുക കൺഫ്യൂഷനാക്കി എന്തെങ്കിലും കണ്ടോ ഇതാണെന്ന് അതിനങ്ങോട്ട് പ്രകോപിച്ച് സംസാരിക്കുന്ന കുറേ വൃത്തികെട്ടവന്മാരാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലെ പല ഭാഗങ്ങളും കൈയടക്കി വെച്ചേക്കുന്നത്. ഇവർക്ക് കാശ് മതി, ലക്ഷങ്ങളൊക്കെ കൊടുക്കും. മുതലാളിമാർ പറഞ്ഞ ആടി കൊടുത്താൽ അത് ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനം ആടി അവന്മാർ എല്ലാം അങ്ങ് ആട്ടം തുടങ്ങും. പിന്നെ സ്ഥിരത കാണത്തില്ല, തെന്നി നിൽക്കും. ഫുഡ് സ്റ്റെപ്പ് ഗ്രൗണ്ടിൽ ഉറപ്പിക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് ആകും. അന്ന് എനിക്ക് ഒരു ബലവും കാണത്തില്ല, പണവും കാണത്തില്ല, പ്രസക്തിയും കാണത്തില്ല, ഒരു സപ്പോർട്ടിന് അന്നൊക്കെ ഇരുന്ന് ചൊറുകുത്തിയിരിക്കുന്ന ഒരു കാലം വരും. അത്ര വല്ല വിദൂരമില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.